ഇന്ന് ഐ ന്യൂസിൽ വന്നൊരു വാർത്തയാ. ഒരച്ഛൻ്റെ മസ്ക്യാമ അച്ഛനെ കോടതി മുഖാന്തരം ബന്ധം ഏർപ്പെടുത്തി ഇട്ടേച്ച് പോയെന്ന്. എന്തുമാത്രം അവർ സഹി കെട്ടിട്ടായിരിക്കും ഈ കോടതിയിൽ നിന്നൊരു ഉത്തരവ് വാങ്ങിച്ച് ബന്ധം ഏർപ്പെടുത്തി ഇട്ടേച്ച് പോയത്. നേരത്തെ ഇടവത്ര പോലീസേക്ക് ഒരു പരാതി കൊടുത്ത അച്ഛനെ പറ്റി അനങ്ങുന്നില്ല, അനക്കമില്ല. അപ്പം ആ ഭദ്രാസനത്തിലെ മൊത്തം പേനയ്ക്കകത്തെ മഷിയും തീർന്നു, പേപ്പറും തീർന്നു പോയി, മറുപടി കൊടുക്കാനില്ല. ഇതിനെന്തോ മറുപടിയാ? അർഹിക്കുന്നില്ല, മറുപടി അർഹിക്കുന്നില്ല. അച്ഛൻ അങ്ങനെ പലതും ചെയ്യും. അതിന് നിങ്ങൾക്ക് എന്താ വേണം? നിങ്ങളതൊക്കെ സഹിച്ചോണം. അച്ഛൻ്റെ മത്യാമയായിട്ട് വന്നപ്പോൾ ഓർക്കണമായിരുന്നു അച്ഛൻ ഇങ്ങനെയൊക്കെ കാണിക്കുമെന്ന്. ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല, അച്ഛന്മാർ ഇനിയും കാണിക്കും. ഞങ്ങൾ അതിന് കൂട്ടു നിൽക്കും. അങ്ങനെയല്ലയോ എത്ര പോലീസാ കണ്ടത്? ഏതായാലും അവർ പിടിക്കുകയായിരുന്നു. അവർ കോടതിയിൽ നിന്ന് ഡൈവോഴ്സ് മേടിച്ച് അവരവരുടെ കാര്യത്തിന് പോയി. ഇനിയിപ്പോൾ തൻ്റെ സ്വത്തെല്ലാം കൂടെ വേണമെന്നും പറഞ്ഞ് അവർ കേസ് ഫയൽ ചെയ്തിരിക്കുക, ജീവനാംശം വേണമെന്നും പറഞ്ഞ് കേസ് ഫയൽ ചെയ്തിരിക്കാന്നും കേട്ടു. ഇത് ഒറ്റപ്പെട്ട ഒരു സംഭവമല്ല. ഈ അടുത്ത കാലത്തല്ല ഇതുപോലുള്ളത് കേട്ട് നാറി 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 അങ്ങ് ഇരിക്കുക ഇടവക ജനങ്ങൾ. എല്ലാ സഭയിലും ഉണ്ട്, ഒരിടത്തെ തന്നെയല്ല, എല്ലാ സഭയിലും ഉണ്ട്. പക്ഷേ അവനോ നിൽക്കുന്ന സഭയിലെ കാര്യങ്ങൾ ഇതുപോലെ കേൾക്കുമ്പം ദേഹത്തെ തൊലിയിരി. വേറെ ഏതെങ്കിലും കാര്യമാണെങ്കിൽ നമുക്ക് പറഞ്ഞാൽ മനസ്സിലാകും. പ്രത്യേകിച്ച് ഈ പെണ്ണ് വിഷയം, ഇതുപോലുള്ള വിഷയങ്ങൾ നമുക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്തൊരു നാറ്റ കേസുണ്ട്. ഒരു ഈ ഈ പെട്ടി തുറക്കാൻ തുടങ്ങുമ്പോഴേ ഒരു നാറ്റം ഇങ്ങോട്ട് അടിക്കും. അങ്ങനെ നമ്മൾ കണ്ടും കേട്ടും വരുന്നത്. ഇപ്പം അച്ഛന് പിന്നെ ഇത് എത്ര നാളായിട്ട് വെച്ച് പുലർത്തിയതായിരിക്കും. നിക്കക്കളിയില്ലാതെ വന്നപ്പോഴല്ലയോ അവര് പ്രതികരിച്ചത്. ഇതുപോലെ ഒരുപാടിടത്തുണ്ടെന്ന്, ഒരുപാടിടത്തുണ്ട്. ആവശ്യത്തിൽ കഴിഞ്ഞ പൈസ, ആവശ്യത്തിൽ കഴിഞ്ഞ് പണം കയ്യിൽ കിട്ടുന്നുണ്ട്. അതുകൂടാതെ ഇടവകങ്ങളെ പറ്റിച്ച് തീറ്റയും കഴിഞ്ഞേച്ച് എവിടെയെങ്കിലും ചെന്നത് ഒന്ന് ഒതുക്കണ്ടേ? അതിനായി ഓടുന്നത്. നമുക്ക് ഇതിനെ ഇനിയും ശാശ്വതമായ പരിഹാരം എന്ന് പറയുന്ന ഇതേ ഉള്ളൂ. ഇതുപോലുള്ള ഒരു അച്ഛന് ഏതെങ്കിലും ഒരു പള്ളിയിൽ വന്നാൽ ഇടവക ജനങ്ങൾ ഇതിനകത്ത് കയറ്റരുത്. കാര്യം അവരുടെ കുടുംബങ്ങളാണ് നശിക്കുന്നത്, അവരുടെ പിള്ളേരാണ് നശിക്കുന്നത്. ഒരുപോലെ അങ്ങ് പ്രതികരിച്ചേക്കണം. ഇപ്പം ചിലപ്പം നിൽക്കുന്ന പള്ളിയിൽ ആരെങ്കിലും ചാക്കിനകത്ത് കയറ്റി അവർക്ക് കള്ളു കുടിക്കാനൊക്കെ കാശൊക്കെ എറിഞ്ഞു കഴിയുമ്പം അച്ഛൻ്റെ സൈഡ് പിടിക്കാൻ ആൾ കാണും. പക്ഷേ ഒരു 10 അടുത്ത സ്ഥലമാറ്റം കിട്ടിയൊരിടത്തിൽ ഒരു 10 പേരൊക്കെ എതിർത്താൽ മതി. ഇയാളെ ഇവിടെ വേണ്ട, കയറിപ്പൊക്കൂ, പള്ളിക്കകത്ത് കയറിയ കാല് വെട്ടുമെന്ന് വല്ലതും പറഞ്ഞാൽ മതി. അതോടുകൂടി മൊത്തത്തിലൊന്ന് പേടിക്കും. ഇത് അങ്ങേയറ്റം പോലെ ഒരു സ്ഥലമാറ്റം. ആ സ്ഥലമാറ്റം കൊണ്ടൊന്നും ഇത് കാര്യമൊന്നും ആകത്തില്ല. കർശനമായ ചിട്ട നടപടി എടുക്കുന്ന ഒരിടത്ത പോലത്തെ ഉള്ളിടത്തെ അച്ഛന്മാരൊക്കെ ഒന്ന് ഭയപ്പെടും. അവരൊക്കെ പോയി കഴിഞ്ഞ അപ്പോഴത്തെ ഓരോ ഭദ്രാസനത്തിൽ കാണുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക. ഇപ്പൊ ഈ അടുത്ത കാലത്ത് തന്നെ വേറൊരു അച്ഛനെ ഇതുപോലെ ഈ സ്വതം വിഭാവത്തിനെ പിടിക്കപ്പെട്ടു. അച്ഛനെ പിന്നെ യാതൊരു ചിട്ട നടപടിയും ഇടവത്ര പോലത്തെ എടുക്കുന്നില്ല. അതിന് ഇടവക ജനങ്ങൾ എന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് ഈ അച്ഛനെ മതിയെന്ന്. അപ്പം പിന്നെ മെത്രാപ്പോലിത്ത എന്താ വേണം? പക്ഷേ ആണുങ്ങൾ ആരാണ്ട് ശക്തമായി ഇടപെട്ട് കഴിഞ്ഞപ്പം ഭാഷ അങ്ങ് മാറി. ഇപ്പം അച്ഛനോട് കമ്പൽസറി ലീവ് എടുത്ത് പൊക്കോളാൻ പറഞ്ഞിരിക്കുക. അപ്പം അത് കഴിഞ്ഞ് അപ്പം ഇടവകയിൽ ആണുങ്ങളില്ലെന്നുള്ളതിൻ്റെ തെളിവാണ് ഈ ഓരോ പള്ളികളിലും ഈ കാണിക്കുന്നത്. മേല് നോവുമോ അല്ലേ അതുപോലുള്ള എന്നേക്ക് ഓർക്കത്തക്ക രീതിയിലുള്ള കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ഇവരും പേടിക്കും. മനുഷ്യരല്ലേ, ദൈവത്തെയും മനുഷ്യനെയും കളിപ്പിച്ച് നടക്കുന്ന രീതിയല്ലേ. ആരെയും പേടിയില്ല, ദൈവത്തെ പേടിയില്ല, മനുഷ്യനെ പേടിയില്ല. ഈ രണ്ടു കൂട്ടരെയും കളിപ്പിച്ചങ്ങ് നടക്കുക. എന്തോ ചെയ്യാന്? പണം ഇഷ്ടം പോലെ കിട്ടുന്നുണ്ട്. മിക്കവാറുള്ളവരുടെ എല്ലാം ഭാര്യമാർക്ക് നല്ല ശമ്പളം കാണും, അച്ഛനേക്കാൾ കൂടുതലേ. എങ്ങനെ 1.5 ലക്ഷം രൂപ പ്രതിമാസം വരുമാനം കിട്ടുന്നിടത്ത് കുറെ അങ്ങനെ അങ്ങ് പോട്ടെന്ന് കാണും. തീറ്റ കൂടുതൽ വന്നു കഴിയുമ്പോൾ ഈ ദേഹത്തെ കൊഴുപ്പ് എങ്ങോട്ടെങ്കിലും കൊണ്ട് ഇറക്കി വിടണ്ടേ? ആരോടാ ഇത് പറയുന്നത്? ഇത് കേൾപ്പാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ, അല്ലാതെ ഇപ്പം നമ്മളെന്താ പറയേണ്ടി? ഞാനൊരു കഥ കേട്ടിട്ടുണ്ട്. ഒരു അച്ഛൻ പള്ളിയിലെ മധുവായിക്കകത്ത് നിന്ന് ത്രോണോസിന്റെ അവിടോട്ട് കൈ ഊന്നിക്കൊണ്ട് ഘോര അങ്ങ് പ്രസംഗിക്കുക. വിഷയം ഇതൊക്കെ തന്നെ. ചാരിത്രം, സ്ത്രീകളോട് അവരുടെ ചാരിത്രം നോക്കണം, പുരുഷനോട് അവനോട് ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊന്നും ഇടപെടരുത്. അത് ബൈബിളിനെ ഉദ്ധരണികൾ എടുത്തു വെച്ച് അങ്ങ് ഘോര അങ്ങ് സംസാരിക്കുക. പാപത്തെ വെറുക്കണം, പാപിയെ ദൈവം വെറുക്കുന്നു എന്നെല്ലാം ഭയങ്കര പ്രസംഗം. അപ്പൊ ഈ പ്രസംഗം അങ്ങ് മൂർധന്യത്തിൽ എത്തിക്കഴിഞ്ഞപ്പോഴേ അച്ഛൻ്റെ മസ്ക്യാമ അവിടെ ഇരുന്ന് കേട്ടുകൊണ്ടിരിക്കുക. തൊട്ടടുത്തിരുന്ന സ്ത്രീയോട് പറഞ്ഞു, അയ്യോ, അച്ഛൻ ഇത്രയും വിശുദ്ധനാന്നുള്ളത് ഞാൻ അറിഞ്ഞില്ല, വീട്ടിൽ എന്തോ ഒരു മേടാന്നറിയാമോ? ഒരു കാര്യം ചെയ്, ഇന്ന് മുതൽ അച്ഛന് ഉപ്പായവും ചോറും കറിയും എന്തോ വേണ്ടുന്ന എല്ലാം പള്ളിയിലോട്ടങ്ങ് കൊടുത്തേക്കാം, പള്ളിയുടെ ഗേറ്റിന് വെളിയിൽ ഇറക്കി വിടാതിരുന്നാൽ മതി, സഹിക്കുന്നതിനൊരു കണക്കുണ്ടോന്ന്. അപ്പോൾ എല്ലാവിധമായ
മുറകളും അച്ഛൻ്റെ ഉണ്ട്. എല്ലാ മനുഷ്യരും അവർ ഗ്രഹനാഥന്മാർ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി കഴിയുമ്പോഴേ യാതൊരു ആപത്തും കൂടാതെ എത്രയും നേരത്തേക്ക് വരണമെന്നില്ലയോ? അതുപോലെ അച്ഛൻ്റെ മസ്കാമ്മമാരും അങ്ങനെയല്ലയോ? അച്ഛൻ വെളുപ്പിനെ പോയതാ, അച്ഛനെ ഇതുവരെ കണ്ടില്ലല്ലോ, എത്രയും നേരത്തേക്ക് വരണമെന്നില്ലയോ അവരുടെ പ്രാർത്ഥന? ഈ കാലൻ ഇങ്ങോട്ട് വരരുതേ, വള്ളിയിലെങ്ങാനും ഇരുന്നാൽ മതി എന്നും മറ്റും ഒരു മസ്കാമ്മ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്തുവാ? ഇതിനപ്പുറം അവർ സഹിച്ചതല്ലേ? ഇതാണ് നമ്മൾ കണ്ടുവരുന്നത്. ഇതിന് ശാശ്വതമായ പരിഹാരം ഇടകജനങ്ങൾ ഇളകിയെങ്കിലേ ഒക്കത്തുള്ളൂ. എത്ര പോലീസുകാരുടെയോ അല്ലെങ്കിൽ അങ്ങനെയുള്ളവരുടെയോ ഒന്നും കയ്യിൽ നിന്ന് ഇത് ഒന്നും നന്മയൊന്നും പ്രതീക്ഷിക്കണ്ട. അവരൊരു പരാതി കൊടുത്തിട്ട് അതിന് മറുപടി ഇല്ലല്ലോ. അത് പരാതി ഐ.ടി. ന്യൂസ് പറഞ്ഞതുപോലെ പരാതി വിളിച്ച് ചോദ്യം ചെയ്ത് കഴിയുമ്പോഴേ കാര്യം ഇയാളങ്ങ് നോക്കിയാൽ മതി. തൻ്റെ കാര്യം താൻ ആദ്യം അങ്ങ് നന്നാക്കുക, അത് കഴിഞ്ഞിട്ട് ഞാൻ നന്നായിക്കോളാം എന്ന് പറഞ്ഞാൽ ഈ വിളിച്ച് ചോദ്യം ചെയ്ത ആള് കുനിയത്തില്ലേ? അപ്പോൾ അത് തീർന്നില്ലേ? ആശാൻ അക്ഷരം 1 കഴിച്ചാൽ 56 പിഴയ്ക്കും ശിക്ഷന്. 1 അല്ല 10 കഴിച്ച് കിടക്കുക ആശാന്. 56 പിന്നെ ശിക്ഷയും പഴിച്ചത് തെറ്റുമല്ലോ ഉണ്ടോ? ഒരു കാലത്ത് നന്നാകാൻ പോകുന്നില്ല. ഈ സഭ സ്വതോമരായ ദൈവം നശിപ്പിച്ചെന്തിനാ? സ്വതോമ പാപത്ത് അങ്ങോട്ട് പെരുകിയിട്ട് ദൈവം ആ ദേശത്തെ മുഴുവൻ അങ്ങ് നശിപ്പിക്കുകയല്ലായിരുന്നു. അതുപോലെ തന്നെ ഓർത്തഡോക്സ് സഭയുടെ നാശക്കല്ലിനാണ് ഈ അച്ഛന്മാർക്ക് ദുർബുദ്ധിയെല്ലാം തോന്നുന്നത്. ദൈവം സഭയെ നശിപ്പിച്ച് കളയും. അച്ഛനെയും മത്കാമയും അതുപോലെ തന്നെ ഇടവത്ര പോലീസായും ഒന്നുമല്ല, സഭ മൊത്തം അങ്ങ് നശിപ്പിക്കും. ഇനി ഇങ്ങനെ ഒരു സഭ വേണ്ടെന്ന് പറഞ്ഞ് നശിപ്പിച്ച് ചാമ്പലാക്കി കളയും. അന്നേ ഇവരിനി അത് മര്യാദ പഠിക്കത്തുള്ളൂ. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.